നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോദിയുടെ ഗ്യാരണ്ടി നുണ പറയുന്നതിലാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിയമങ്ങളെയും സിദ്ധാന്തങ്ങളെയും എതിർത്താലുള്ള പാർശ്വഫലങ്ങൾ ഗൗനിക്കാതെ പോരാടിയ കലാകാരനായിരുന്നു മധു മാസ്റ്റർ എന്ന് R മോഹനൻ. ആനി രാജ വയനാട്ടിൽ ചാവേറാണെന്നും RPI സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാനും രാഹുൽ ഗാന്ധിയും തമ്മിലാണ് മത്സരം നടക്കുകയെന്നും RPI സംസ്ഥാന പ്രസിഡന്റ് PR സോംദേവ്. കല്യാണക്കത്ത് ശേഖരിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ഒരുങ്ങി കോഴിക്കോട്ടെ MK ലത്തീഫ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മോദിയുടെ ഗ്യാരണ്ടി നുണ പറയുന്നതിലാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ട് CPI ഇന്ത്യ സഖ്യത്തെ തള്ളിക്കളയില്ലെന്നും CPI ഇന്ത്യ സഖ്യത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ഈ ദൃഢമുള്ള നാക്കെന്തിനാണ് മണിപ്പൂരിലെ സ്ത്രീവേട്ട വേട്ടുവാലി മൺമക്കളെ വേട്ടയാടുന്ന ഈ കിരാതമായ നീക്കത്തെ പറ്റി വൃത്തുവെന്ന് ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്ന നാക്കെന്തിനാണ് നുണ പറയാൻ വേണ്ടി, ഗ്യാരണ്ടികൾ എന്ന രൂപത്തിൽ നുണകൾ പറയാൻ വേണ്ടി മാത്രം നാവെന്തിനാണ്? ആ നാവാണ് മോദിയുടെ നാവ്. ആ നാവിന്റെ പൊരുൾ ഇപ്പോൾ ഇന്ത്യക്കറിയാം. അതുകൊണ്ട് ആ നാവ് കൊണ്ട് മോദിയും BJPയും എത്രമാത്രം കള്ളങ്ങൾ ഇനിയും പറഞ്ഞാൽ ഇന്ത്യ വഞ്ചിക്കപ്പെടാൻ പോകുന്നില്ല. മോദി ഗവൺമെന്റ് ഇന്ത്യയോട് കാണിച്ച ഒരു ചതിയെപ്പറ്റി പറയുമ്പോൾ, വഞ്ചനയെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നു. ഈ നാടിന്റെ സമ്പദ്ഘടനയുടെ വിശ്വാസതയെ പൂർണ്ണമായി മോദി ഗവൺമെന്റ് അപകടത്തിലാക്കി നിർത്തി. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ആധാരശിലയാണ് ബാങ്കിങ് സിസ്റ്റം. ആ ബാങ്കിങ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ ബാങ്കാണ് ഏറ്റവും വലിയ ബാങ്ക്. ആ ബാങ്കിനെയാണ് എല്ലാവരും വിളിക്കുന്നത് ദ ബാങ്ക് ഓഫ് ദി നേഷൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടക പ്രവർത്തകൻ മധു മാസ്റ്ററെ സൗഹൃദ കൂട്ടായ്മ അനുസ്മരിച്ചു. നീതി നിയമങ്ങളെയോ സിദ്ധാന്തങ്ങളെയോ എതിർത്താലുള്ള പാർശ്വഫലങ്ങൾ ഗൗനിക്കാതെ പോരാടിയ കലാകാരനായിരുന്നു മധു മാസ്റ്റർ എന്ന് R മോഹനൻ അനുസ്മരിച്ചു. അശോകപുരം സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച ഓർമ്മ മധു മാസ്റ്റർ എന്ന അനുസ്മരണ പരിപാടിയിൽ പ്രേംചന്ദ്, T സുരേഷ് ബാബു, സുനിൽ അശോകപുരം, M പ്രകാശൻ, അനീഷ്, R മോഹനൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അയാൾക്ക് വേണ്ടി എങ്ങനെ സ്വന്തം സമയം ചിലവഴിക്കാം എന്നായിരുന്നു മാഷ് ചിന്തിച്ചിരുന്നത്. പക്ഷേ ഭയത്തോടുകൂടിയാണ് പലപ്പോഴും മാഷ് ഓർമ്മിക്കപ്പെട്ടത്. ഒരു ആസന്ന വിപ്ലവത്തിൻ്റെ അതിഭൗതികതയിൽ നിന്നാണ് ആ ഭയം ഉണ്ടായത്. ആ വിപ്ലവം തന്നെ ഇന്ന് എന്തായി മാറിത്തീർന്നുവെങ്കിലും അതിൻ്റെ ഓർമ്മ സംഭരിച്ച് നിരാശയോടുകൂടി ജീവിച്ചു പോകുന്ന ചിലരെങ്കിലും ഇന്നുണ്ടെങ്കിലും ആ പരാജയപ്പെട്ട വിപ്ലവത്തിൻ്റെ പേരിൽ മാഷ് ഒരിക്കലും ദുഃഖിതനായിരുന്നില്ല. സഞ്ചിയിൽ സിദ്ധാന്തങ്ങൾ വഹിക്കാതിരുന്നത് കൊണ്ടാണ് ഏതു നിമിഷവും മാറിത്തീർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യജീവിതത്തെ ആശ്ലേഷിക്കുവാനും മറ്റുള്ളവരുടെ കണ്ണീര് കാണുവാനുമുള്ള സന്മനസ് മാഷുക്കുണ്ടായത്. അധികാരി വ്യവസ്ഥയോടുള്ള അടങ്ങാത്ത അമർഷവും ഇന്നത്തെ സാമൂഹികാന്തരീക്ഷവും ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഭരണവർഗത്തിന്റെ അഴിമതിയെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന മധു മാസ്റ്റർ രചിച്ച നാടകം ക്രൈം വേദിയിൽ കയ്യടികൾ നേടി. എ രത്നാകരൻ, കരീംദാസ്, വിജയൻ കാരന്തൂർ, അജിത നമ്പ്യാർ,
നവീൻ രാജ് എന്നിവരുടെ അഭിനയ മികവിലാണ് നാടകം വേദിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടകവര ചിത്രപ്രദർശനം കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ നടന്നു. മധു മാസ്റ്ററുടെ സ്മരണാർത്ഥം നാടകപ്രവർത്തകൻ KV വിജേഷാണ് പ്രദർശനം ഒരുക്കിയത്. ഗോപാലൻ അടാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മധു മാസ്റ്ററുടെ സ്മരണാർത്ഥം നാടകപ്രവർത്തകൻ KV വിജേഷിന്റെ നാടകവര ചിത്രപ്രദർശനം ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. നാടകപ്രവർത്തകൻ ഗോപാലൻ അടാട്ട് ഉദ്ഘാടനം ചെയ്തു. R മോഹനൻ അധ്യക്ഷനായിരുന്നു. K സുധീഷ്, സുനിൽ അശോകപുരം, ഫാദർ ജോൺ മണ്ണാറത്തറ, ജോൺസ് മാത്യു, കബനി ഹരിദാസ്, ജയരാജ് കോഴിക്കോട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കല്യാണക്കത്ത് ശേഖരിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ഒരുങ്ങുന്ന ഒരാളുണ്ട് കോഴിക്കോട് നഗരത്തിൽ. നടക്കാവ് സ്വദേശി MK ലത്തീഫാണ് പുതിയൊരു അപൂർവത സ്വന്തമാക്കാൻ തയ്യാറെടുക്കുന്നത്. കല്യാണത്തിന് ക്ഷണക്കത്ത് എന്നു മുതൽ ആരംഭിച്ചു എന്നത് കല്യാണ ചടങ്ങോളം പഴക്കമുണ്ടാകും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്താൽ ഇത്തരം കല്യാണ കത്തുകളെടുത്ത് ശേഖരിച്ചാണ് കോഴിക്കോട് സ്വദേശി MK ലത്തീഫ് ഗിന്നസ് ലക്ഷ്യമാക്കുന്നത്. 8 വർഷത്തെ പ്രയത്നം. കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള ക്ഷണക്കത്തുകളാണ് ഏറെയുമുള്ളത്. പ്രിന്റ് കത്തിൽ നിന്നും സമൂഹ മാധ്യമത്തിലൂടെ ക്ഷണിക്കുന്ന കാലം കടന്നുപോകുന്ന ഇക്കാലത്ത് ലത്തീഫിന്റെ പരിശ്രമം റെക്കോർഡിനപ്പുറം ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് MK ലത്തീഫ് പറഞ്ഞു. കത്ത് ശേഖരിക്കാൻ പ്രചോദനം എന്ന് പറഞ്ഞാൽ വരും തലമുറ, പുതിയ തലമുറ എനിക്ക് കല്യാണക്കത്ത് അടിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് പല ക്ഷണം വരുന്നത് വാട്സപ്പിൽ കൂടിയും ഇമെയിലിൽ കൂടിയാണ്. പിന്നെ ഇപ്പോൾ ആകെ നമ്മൾ കല്യാണ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഒരു കത്ത് മാത്രം അടിക്കുന്ന കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് നശിച്ചു പോയിരിക്കും, പഴയത് ശേഖരിച്ച് നമ്മളത് ഗിന്നസ് റെക്കോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് 1944 മുതൽ 2024 മാർച്ചിലെ ക്ഷണക്കത്ത് വരെ 2320 എണ്ണം ശേഖരത്തിലുണ്ട്. നിലവിൽ ഗിന്നസ് റെക്കോർഡ് പാകിസ്ഥാൻ സ്വദേശി സാം മുഹമ്മദിനാണ്. 341 ക്ഷണക്കത്ത്. നിലവിലെ റെക്കോർഡ് മറികടക്കാൻ 344 എണ്ണം പ്രദർശിപ്പിക്കണമെന്നാണ് ഗിന്നസ് അധികൃതരുടെ നിർദ്ദേശം. നടക്കാവ് BEd ട്രെയിനിംഗ് സെന്ററിലെ ക്ലാസ് മുറിയിൽ ചിത്രീകരണത്തിനായി കത്തുകൾ പ്രദർശിപ്പിച്ചു. ഗിന്നസ് പ്രതിനിധി സലീം പടവണ്ണയും സംഘവും ക്ഷണക്കത്തിന്റെ എണ്ണവും ദൈർഘ്യവും തിട്ടപ്പെടുത്തി. ഡിസൈൻ ഒന്നുമില്ലാത്ത കാലത്ത് മുതൽ വിവാഹിതരുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയതും 2021 കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഉൾപ്പെടുത്തിയതും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച അമേരിക്കൻ മലയാളി ദമ്പതികളുടെ ക്ഷണക്കത്ത് വരെ ശേഖരത്തിൽ പുതുമയായുണ്ട്. 2 പതിറ്റാണ്ടായി പുരാവസ്തു നാണയം, കറൻസി ശേഖരം എന്നിവ വിദ്യാലയങ്ങളിൽ സൗജന്യമായി പ്രദർശിപ്പിക്കുന്ന ലത്തീഫിന് കറൻസിയിൽ നിന്നും ജന്മദിനം കണ്ടെത്തുന്ന ഹോബിയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ഒരു ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടെന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 10-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം. വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടെന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. ഒന്നല്ല, 2 എണ്ണം. 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. ചിന്നക്കട, കൊല്ലം. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ
ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗാലറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആനി രാജ ചാവേറാണെന്നും RPI സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാനും രാഹുൽ ഗാന്ധിയും തമ്മിലാണ് വയനാട്ടിൽ മത്സരം നടക്കുകയെന്നും RPI സംസ്ഥാന പ്രസിഡന്റ് PR സോംദേവ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്ന പ്രചരണ പരിപാടികളാണ് വയനാട്ടിൽ നടക്കുകയെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിലെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇരട്ടത്താപ്പ്. ആളുകളെ പറ്റിക്കുന്ന ഈ രാഷ്ട്രീയ നിലപാട് ഇനിയെങ്കിലും മാറ്റണം. വളരെ ജനുവനായിട്ടുള്ള വികസനോന്മുഖ വയനാട് എന്ന നിലപാടുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഏക കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് കേരളത്തിലെ സകല ജനതയും വയനാട്ടിലെ എല്ലാ സാധാരണക്കാരും നുസ്രത്ത് ജഹാനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു വലിയ പോരാട്ടത്തിന് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. കോഴിക്കോട് സ്വദേശിയും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ വനിതാ നേതാവ് നുസ്രത്ത് ജഹാനെ വയനാട്ടിലെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് PR സോംദേവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 24-ാം തീയതി വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന നുസ്രത്ത് ജഹാനെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് PR സോംദേവ് സ്വീകരിക്കും. 25-ന് ചെമ്പഴന്തി, അരുവിപ്പുറം, ശിവഗിരി, പാളയം, ഹിമാം, ബിഷപ്പ് ഹൌസ്, കവടിയാർ കൊട്ടാരം, ശാന്തിഗിരി എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തും. 26-ാം തീയതി മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ട് അനുഗ്രഹം തേടും. തുടർന്ന് കോഴിക്കോട്ടെത്തുന്ന സ്ഥാനാർത്ഥിയെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജയ്സലിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. 27-ാം തീയതി നുസ്രത്ത് ജഹാൻ വയനാട്ടിലേക്ക് പോകും. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 300ഓളം ഫുൾ ടൈം പ്രവർത്തകരെയും 501 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സംഘടനാ സെക്രട്ടറി RC രാജീവ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജയ്സൽ പാറക്കടവ്, സംസ്ഥാന സെക്രട്ടറി സുനിൽ മന്നത്ത്, ഷെരീഫ് ബാബു എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേൾഡ് ഹാപ്പിനെസ് ദിനമായ മാർച്ച് 20-ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വേൾഡ് ഹാപ്പിനെസ് ക്ലബ്ബ് ഭാരവാഹികൾ. കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിലാണ് പരിപാടികൾ നടക്കുക. അത് 2015 വേൾഡ് ഹാപ്പിനെസ് ഡേ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഒരു ഫോട്ടോ എക്സിബിഷനാണ്. പിന്നെ അത് കോഴിക്കോട് ആഘോഷങ്ങളായി മാറി. ഇപ്പം സന്തോഷത്തിന് നഗരം കോഴിക്കോട് എന്നുള്ള, ഇന്ത്യയിലെ സന്തോഷത്തിന് നഗരം കോഴിക്കോട് എന്നുള്ള പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിശ്രമം. ഈ മാർച്ച് 20-ന് കോഴിക്കോട് കൈറ്റ് ഫെസ്റ്റിവൽ, ബലൂൺ ഫെസ്റ്റിവൽ, അങ്ങനെ പല പരിപാടികളായിട്ട് ആഘോഷിക്കുകയും പിന്നെ എല്ലാ മാസവും ഓരോരോ ഫെസ്റ്റിവൽ വെച്ച് കോഴിക്കോട് സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഡേയ്സ് ആണ് ആഘോഷിക്കുന്നത്. ഓട്ടിസം ഡേ, ഇതൊക്കെ ഒരു ആഘോഷ രീതിയിൽ വിവിധ പരിപാടികളിലൂടെ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത കൊല്ലം നമ്മളേക്ക് ഒരു വേൾഡ് ലാർജസ്റ്റ് ഹാപ്പിനെസ് ഡേ ഫെസ്റ്റിവൽ തന്നെ സംഘടിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. 2015-ലാണ് വേൾഡ് ഹാപ്പിനെസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കേരളത്തിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നത് പോലെ കോഴിക്കോടിനെ സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടണമെന്നാണ് ഹാപ്പിനെസ് ക്ലബിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാർച്ച് 20-ന് ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ കൈറ്റ് ഫെസ്റ്റിവൽ, ബലൂൺ ഫെസ്റ്റിവൽ, ഫോട്ടോ കോൺടെസ്റ്റ്, ഗിഫ്റ്റ് ഫെസ്റ്റിവൽ, ഹാപ്പിനെസ് മീറ്റപ്പ്, ഗെയിംസ് ആൻഡ് മ്യൂസിക് പ്രോഗ്രാം, ഹാപ്പിനെസ് സെമിനാർ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി വിവിധ പരിപാടികൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദ്യാർത്ഥികളുടെ ഛായാചിത്ര പ്രദർശനവുമായി ചിത്രകലാ അധ്യാപിക സതി ശങ്കർ വരച്ച 800ഓളം ശിഷ്യരുടെ പെൻസിൽ ഡ്രോയിങ് സ്കെച്ചുകളാണ് പ്രദർശിപ്പിച്ചത്. ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. കാൽ നൂറ്റാണ്ടിലേറെ നീണ്ട അധ്യാപന ജീവിതത്തിനിടയിൽ താൻ പഠിപ്പിച്ച 2000ഓളം വിദ്യാർത്ഥികളുടെ ഛായാചിത്രങ്ങൾ സതി ശങ്കർ എന്ന ചിത്രകലാ അധ്യാപിക വരച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിപക്ഷവും നഷ്ടമായി. അവശേഷിക്കുന്ന 800 പെൻസിൽ ഡ്രോയിങ് സ്കെച്ചുകളുടെ പ്രദർശനമാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചത്.
പ്രദർശനം ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുറമെ പോയി വരയ്ക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് സ്നേഹത്തോടു കൂടി ഇരുന്ന് അവരെ നേരത്തെ വരച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഗതിയാണ്. അവരുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമുള്ളതാണ്. അത് ടീച്ചർ ഈ മാഹി പെരുന്നാൾ വരുന്ന സമയത്ത് ഒരു മാസമാണെങ്കിൽ ഒരു മാസം രാവിലെ വീടൊന്നും നോക്കില്ല, രാവിലെ വരും പേപ്പറായിട്ട് വന്ന് ടീച്ചർ വൈകുന്നേരം സന്ധ്യ രാത്രിയായിരുന്നു അവരെ വരച്ചിട്ട് കൊടുക്കുന്നത്. അത് 5 പൈസ വാങ്ങാണ്ട് ടീച്ചർ വെള്ളം കുടിക്കുന്നുണ്ടോന്നോ ആരും ചോദിക്കണമെന്നില്ല. അങ്ങനെ അധ്വാനിക്കുന്ന ഒരു ടീച്ചറാണ്. ചാലക്കരു പുരുഷു അധ്യക്ഷനായിരുന്നു. ഗിന്നസ് സത്താർ ആന്തൂർ, സുധാകരൻ ഇടക്കണ്ടി, ലക്ഷ്മണൻ, രാധിക രഞ്ജിത്ത്, EK റഫീഖ്, സതീശങ്കർ എന്നിവർ പ്രസംഗിച്ചു. പ്രദർശനം മാർച്ച് 22-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ഒരു ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടെന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 10-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം. വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടെന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. ഒന്നല്ല, 2 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്, ചിന്നക്കട, കൊല്ലം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹനുമാൻ സേന ഭാരതിന്റെ 10ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. രൂപീകരണ യോഗം ചെയർമാൻ ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തെ ഒരു നവോത്ഥാന വികസിത രാഷ്ട്രമാക്കി നിർത്തിയ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ യോഗം തീരുമാനിച്ചു. മാർച്ച് 31-ന് ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ സിദ്ധാർത്ഥ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ മഹാശിവലിംഗ അഭിഷേകം ഭക്തർക്ക് നേരിട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. വിവിധ സന്യാസിമാരും ആത്മീയ ആചാര്യന്മാരും സാംസ്കാരിക സാമുദായിക നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വാഗത സംഘം ഉദ്ഘാടനം ചെയർമാൻ ഭക്തവത്സലൻ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എല്ലാവിധ പിന്തുണയും നൽകുവാൻ സേനാ സംസ്ഥാന സമിതി തീരുമാനിച്ചു. ഹനുമാൻ സേന രൂപീകൃതമായതിനു ശേഷമുള്ള 10 വർഷം പിന്നിടുന്ന 10ാം സംസ്ഥാന പ്രവർത്തക സമ്മേളനം ഈ മാർച്ച് മാസം 31-ാം തീയതി കോഴിക്കോട് അതിന്റെ ഹൃദയഭാഗത്തുള്ള ടൗൺ ഹാളിൽ സിദ്ധാർത്ഥ നഗർ എന്ന നാമധേയത്തിൽ പേരിട്ടിട്ടുള്ള സമ്മേളനം. സ്വാഗത സംഘ യോഗത്തിൽ സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി ഭദ്രദീപം തെളിയിച്ചു. ജനറൽ സെക്രട്ടറി C. വിനോദ് കൊല്ലം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓർഗനൈസർ ചൈതന്യ ചക്രവർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണികൃഷ്ണനാചാര്യ, പ്രേംകുമാർ, രാമാബാബു, K. സുരേന്ദ്രൻ, ഷനൂബ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുവണ്ണൂർ മധുര ബസാർ ശ്രീ കാമാക്ഷി ഏജൻസീസ് ഓർമ്മച്ചെപ്പ് 2024 സംഘടിപ്പിച്ചു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒത്തുചേരുന്നത്. MVR സാംസ്കാരിക കേന്ദ്രത്തിലായിരുന്നു പരിപാടി. ചെറുവണ്ണൂർ മധുര ബസാർ ശ്രീ കാമാക്ഷി ഏജൻസീസ് വർക്കേഴ്സ് 20 വർഷത്തിന് ശേഷം ഒത്തുചേർന്നു. ഓർമ്മച്ചെപ്പ് 2024 സംഘടിപ്പിച്ചു. ചെറുവണ്ണൂർ MVR സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന കൂട്ടായ്മയിൽ VP സുരേഷ് അധ്യക്ഷനായിരുന്നു. പ്രഭാകരൻ നായർ ഒളവണ്ണ കൂട്ടായ്മയെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി. ഇവിടെ ചെറുവണ്ണൂർ സുദർശൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കാമാക്ഷി ഏജൻസീസ് എന്ന പൈപ്പ് കമ്പനിയിലെ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 വർഷത്തോളമായി കമ്പനി ലോക്കൗട്ടായി പൂട്ടിപ്പോയിട്ട് 20 വർഷത്തോളം. ആ 20 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ട് നടത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറേ ഞങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന കുറേ ആളുകൾ ഒരു 56-57 ആളോളം ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് ഞങ്ങളൊരു അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഈ സംഭവം ആദ്യമായിട്ടുള്ള ഈ സംഭവം ഇനി മുന്നോട്ട് കൊണ്ടുപോകണം വേണ്ടേ എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
പ്രഭാകരൻ കുമ്മായി, സുന്ദരൻ തോണിച്ചിറ, അബ്ദുൽ ഗഫൂർ അരക്കിണർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ആഘോഷങ്ങളെ വരവേൽക്കാൻ ക്ഷീരകർഷകർക്ക് മിൽമയുടെ ബമ്പർ സഹായം. മലബാർ മിൽമ വീണ്ടും 1.5 രൂപയുടെ അധിക പാൽവില പ്രഖ്യാപിച്ചു. മാർച്ച് 1 മുതൽ 31 വരെ ആനന്ദ് മാതൃകാ സംഘങ്ങൾ വഴി നൽകുന്ന നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് 1 ലിറ്ററിനാണ് അധിക വില ലഭിക്കുക. മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതിയാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചത്. 3 കോടി രൂപ ഈ ഇനത്തിൽ കർഷകന് ലഭിക്കും. ഇതോടെ അധിക പാൽവിലയായി മാർച്ച് മാസത്തിൽ മലബാറിലെ ക്ഷീര കർഷകരിൽ വന്നുചേരുന്നത് 17 കോടി രൂപയാണ്. ഇതുവഴി ഈസ്റ്റർ, ഈദുൽ ഫിത്തർ, വിഷു എന്നിവയെ വരവേൽക്കാൻ ക്ഷീര കർഷകർക്ക് മിൽമ ലഭ്യമാക്കുന്നത് ബമ്പർ സഹായമാണ്. മാർച്ച് മാസത്തിൽ അളക്കുന്ന പാലിന് 4 രൂപ, 1 രൂപ 50 പൈസ എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായി 5 രൂപ 50 പൈസ അധിക പാൽവിലയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ 1 രൂപ 50 പൈസ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ മാർച്ച് മാസത്തിൽ 1 ലിറ്റർ പാലിന് കർഷകർക്ക് അധിക പാൽവിലയായി 7 രൂപ ലഭിക്കും. ഇതുകൂടി കൂടുമ്പോൾ ശരാശരി പ്രതി ലിറ്റർ പാൽവില 52 രൂപ 45 പൈസയായി മാറും. 2023-24 സാമ്പത്തിക വർഷം ഇതുവരെ 52 കോടിയോളം രൂപയാണ് അധിക പാൽവില, കാലിത്തീറ്റ സബ്സിഡി എന്നീ ഇനങ്ങളിൽ മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് നൽകിയിട്ടുള്ളത്. ഇത് ക്ഷീരമേഖലയിലെ അത്യപൂർവ നേട്ടമാണെന്ന് മിൽമ ചെയർമാൻ KS മണി, മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോദിയുടെ ഗ്യാരണ്ടി നുണ പറയുന്നതിലാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിയമങ്ങളെയും സിദ്ധാന്തങ്ങളെയും എതിർത്താലുള്ള പാർശ്വഫലങ്ങൾ ഗൗനിക്കാതെ പോരാടിയ കലാകാരനായിരുന്നു മധു മാസ്റ്റർ എന്ന് R മോഹനൻ. ആനി രാജ വയനാട്ടിൽ ചാവേറാണെന്നും RPI സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാനും രാഹുൽ ഗാന്ധിയും തമ്മിലാണ് മത്സരം നടക്കുകയെന്നും RPI സംസ്ഥാന പ്രസിഡന്റ് PR സോംദേവ്. കല്യാണക്കത്ത് ശേഖരിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ഒരുങ്ങി കോഴിക്കോട്ടെ MK ലത്തീഫ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.